ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൽ വസിക്കുന്ന വിശ്വാസി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ്. അവരുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കും. ക്രിസ്തു രാജാവായിരുന്നിട്ടും ദാസവേഷമെടുത്തു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അറുക്കുവാനുള്ള ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. യജമാന ദാസവ്യത്യാസം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുവാനല്ല പുതിയ നിയമസഭ ആഗ്രഹിച്ചത്. പ്രത്യുത അതേ സമൂഹ വ്യവസ്ഥയിൽ തന്നെ ക്രിസ്തീയ വീക്ഷണത്തിൽ ഒരു ആത്മീക ഐക്യം മനുഷ്യനിൽ വരുത്തുക എന്നതായിരുന്നു. ക്രിസ്തുവിൻ്റെ ദാസന്മാരായ ഭൗമിക മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരണമായി ഈ ഭൂമിയിൽ ജോലി ചെയ്തു കൊടുക്കുകയാണ് തങ്ങളുടെ പ്രവർത്തന ശൈലി എന്നവർ മനസ്സിലാക്കി. തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ദാസനോ സ്വതന്ത്രനോ ആരായിരുന്നാലും ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ വേല ചെയ്താൽ ദൈവം നിശ്ചയമായും അവർക്ക് പ്രതിഫലം നൽകുമെന്നത് അവരെ കൂടുതൽ ആശ്വസിപ്പിക്കുവാനും അവരുടെ അവസ്ഥയിൽ ധൈര്യം വീണ്ടെടുക്കുവാനും അവരെ സഹായിച്ചു. ഏത് ജോലിക്കാരനും താൻ ക്രിസ്തുവിൻ്റെ വേലക്കാരനാണെന്നും ക്രിസ്തുവിനു വേണ്ടി ഭൂമിയിലെ യജമാനന്മാർക്ക് ആത്മാർത്ഥമായി സേവനം ചെയ്താൽ അതിന് കർത്താവും തനിക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ പ്രവർത്തനത്തിൽ നിരാശയും ജോലിയിൽ വിദ്വേഷവും ഇല്ലാതാകും. ക്രിസ്തീയ മൂല്യം ജീവിതത്തിൽ അനുവർത്തിക്ക വഴി ദൈവകൃപ ലഭിക്കുകയും ജീവിത വിജയം പ്രാപിക്കുകയും ചെയ്യും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിചാരകനാക്കുമെന്ന് വചനം പറയുന്നു. ദൈവരാജ്യത്തിൽ വസിക്കുന്ന വിശ്വാസിക്ക് ഈ വീക്ഷണം എന്നും പ്രായോഗികമാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് ഉയർച്ചയ്ക്ക് നിദാനമാകും. വേലക്കാരെ, പൂർണ്ണഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീനെന്ന് 1 പത്രോസ് 2:18 ഉപദേശിക്കുന്നതും, അതനുസരിച്ച് ദാസന്മാരെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം നമ്മുടെ ജീവിത മേഖലയിൽ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായിരുന്നാൽ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കുമെന്നറിഞ്ഞുകൊള്ളുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് അത് നിവർത്തിച്ചിരിക്കും. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.